Hi students, Plus 1 Chemistry class-ലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് Empirical Formula and Molecular Formula. Mass percentage തന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് എങ്ങനെ Empirical Formulaയും Molecular Formulaയും കണ്ടെത്താം എന്നുള്ളതാണ്. അതിനു മുമ്പായി നമ്മൾ 10th പഠിച്ച Atomic Mass എന്താണ്, Molecular Mass എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമുക്ക് Empirical Formula, Molecular Formula problems ഒക്കെ ചെയ്യാൻ കഴിയുന്നത്. നിങ്ങൾക്കത് കൂടുതൽ ഓർമ്മിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുള്ളതാണ്. വിശദമായി തന്നെ അറ്റോമിക് മാസ്, മോളിക്കുലാർ മാസിനെ കുറിച്ച് 10th പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ലഭ്യമാകും. അപ്പോൾ ആവശ്യമാകുന്ന കുട്ടികൾ പ്രീവിയസ് ക്ലാസ് കണ്ടതിന് ശേഷം ഇന്നത്തെ ക്ലാസ് കാണുക. അപ്പോൾ അറ്റോമിക് മാസ് നമുക്കറിയാം, നമ്മൾ റിലേറ്റീവ് അറ്റോമിക് മാസ് ആദ്യകാലങ്ങൾ ഹൈഡ്രജൻ്റെ മാസിനോട് റിലേറ്റ് ചെയ്തുകൊണ്ടായിരുന്നു മറ്റ് എലമെൻസിൻ്റെ മാസ് നമ്മൾ പറഞ്ഞിരുന്നത്. ഇന്ന് നമ്മൾ എങ്ങനെയാണ് മാസ് പറയുന്നത്? ഒരു കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 1/12, അതായത് ഒരു കാർബൺ 12 നമ്മൾ 12 പാർട്സ് ആക്കിയാൽ അതിലെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ മാസ് ആണെന്ന് കൺസിഡർ ചെയ്തുകൊണ്ട്, അപ്പോൾ ഒരു കാർബൺ 12 ഐസോട്ടോപ്പിൻ്റെ 1/12 റിലേറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എല്ലാ എലമെൻസിൻ്റെയും മാസ് കൺസിഡർ ചെയ്യുന്നത്. അതാണ് റിലേറ്റീവ് അറ്റോമിക് മാസ് എന്ന് പറയുന്നത്. നമ്മൾ AMU ആയിരുന്നു ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അറ്റോമിക് മാസ് യൂണിറ്റ്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് യൂണിഫൈഡ് മാസ്, U എന്ന് മാത്രമാണ് യൂണിറ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് അറ്റോമിക് മാസിൻ്റെ. അപ്പോൾ നമ്മൾ അറ്റോമിക് മാസ് എന്താണെന്ന് നമുക്ക് കൂടുതൽ വ്യക്തമാകാനായി പ്രീവിയസ് വീഡിയോ കാണുക. ഇനി മോളിക്കുലാർ മാസ് എന്താണ്? മോളിക്കുലാർ മാസ് നമുക്കറിയാം, ഒരു മോളിക്യൂൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര ആറ്റംസ് ഉണ്ടോ ആ ആറ്റംസിൻ്റെ എല്ലാം അറ്റോമിക് മാസിൻ്റെ സം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മോളിക്കുലാർ മാസ് കിട്ടും. Molecular mass is the sum of atomic masses of the element present in a molecule. അതാണ് മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കാം. CH4 മീഥേൻ, അതിൻ്റെ മോളിക്കുലാർ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? കാർബണിൻ്റെ അറ്റോമിക് മാസ് എന്ന് പറയുന്നത് എക്സാക്റ്റ് നമ്മൾ എടുക്കുന്നത് 12.011 എന്നുള്ളതാണ് കാർബണിൻ്റെ അറ്റോമിക് മാസ്. പ്ലസ് 4 ഹൈഡ്രജൻ ഉണ്ടല്ലേ, അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യണം. എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഇൻറ്റു ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ്. 4 ഇൻറ്റു 1.008 ആണ് ഒരു ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ്. യുവിലാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്തതെന്ന് പറഞ്ഞു. രണ്ടും കൂടെ സം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 16.043 യു ആണ് CH4ൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. H2O മോളിക്കുലാർ മാസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ നമ്മൾ പറയും അല്ലേ, 18 ആണെന്ന്. 18U എങ്ങനെയാ? 2 ഹൈഡ്രജൻ, 2 ഇൻറ്റു 1.008 യു പ്ലസ് 16 ആണ് ഓക്സിജൻ്റെത്. 16 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 18.02 യു എന്ന് H2Oയുടെ മോളിക്കുലാർ മാസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ ഓരോ കോമ്പൗണ്ടിൻ്റെ മോളിക്യൂളിൻ്റെയും മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കുന്നത്. ഇനി എന്താണ് മോളിക്കുലാർ ഫോർമുല? ഒരു മോളിക്കുലാർ ഫോർമുലയിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാകും? അതിലടങ്ങിയിരിക്കുന്ന എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ്, ഡിഫറെൻ്റ് ആറ്റംസ് ചേർന്ന് ഒരു കോമ്പൗണ്ട് ഫോം ചെയ്താൽ അതിലെ ഒരു മോളിക്യൂളിൽ അടങ്ങിയിരിക്കുന്ന എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ്, എത്ര ആറ്റംസ് ഉണ്ട് കറക്റ്റ് നമുക്ക് ഒരു മോളിക്കുലാർ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ പറയാൻ കഴിയും. CO2 കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ ഫോർമുല, അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു കാർബണും 2 ഓക്സിജനും ഉണ്ട്. H2O നമുക്ക് മനസ്സിലായി, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ഉണ്ട്. C6H12O6 ഗ്ലൂക്കോസിൻ്റെത്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലായി 6 കാർബൺ, H ഹൈഡ്രജൻ 12 എണ്ണം, ഓക്സിജനും 6 എണ്ണം. അങ്ങനെ നമുക്ക് ഏതൊരു കോമ്പൗണ്ടിൻ്റെയും മോളിക്കുലാർ ഫോർമുല കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും എക്സാക്ട് നമ്പർ ഓഫ് ആറ്റംസ് ആണ് കിട്ടുന്നത്. മോളിക്കുലാർ ഫോർമുല ഷോസ് എക്സാക്ട് നമ്പർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് എ കോമ്പൗണ്ട്. അപ്പോൾ ഇനി നമ്മൾ പുതിയതായിട്ട് കാണാൻ പോകുന്നത് എംപിരിക്കൽ ഫോർമുലയാണ്. എന്താണ് എംപിരിക്കൽ ഫോർമുല? എംപിരിക്കൽ ഫോർമുല ഒന്നുമില്ല, നമുക്ക് എക്സാക്ട് നമ്പറിന് പകരം നമുക്ക് കിട്ടുന്നത് അതിലെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ഓഫ് ദ വേരിയസ് ആറ്റംസ് പ്രസൻറ്റ് ഇൻ എ കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ആറ്റംസിൻ്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ C6H12O6 ആണ് ഗ്ലൂക്കോസിൻ്റെത്.
അപ്പോൾ അതിനെ നമ്മൾ C6H12O6 എന്ന് തന്നെ റെപ്രസെൻ്റ് ചെയ്താൽ നമുക്ക് പറയാം അത് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ ഫോർമുല ആണെന്ന് പറയാം. അതിൻ്റെ ഇംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിൽ റെപ്രസെൻ്റ് ചെയ്യാൻ ഇതിൽ എന്ത് ചെയ്യണം, ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ കൊണ്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്താൽ മതി ഓരോ നമ്പറിനെയും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഇത് 1 12/6 2. അപ്പോൾ എങ്ങനെ വരും, നമുക്ക് CH2O ആ രൂപത്തിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഏതൊരു മോളിക്യൂളിനെ ആണെങ്കിലും അതിൻ്റെ ഡിഫറെൻറ്റ് ആറ്റംസിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഇംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. ഇനി നമുക്ക് എക്സാമിനൊക്കെ പ്രോബ്ലംസ് ചെയ്യാനുള്ളത്, നമുക്ക് മാസ് പെർസെൻറ്റേജ് തരും. ഒരു കോമ്പൗണ്ടിൽ അടങ്ങിയിരിക്കുന്ന ഡിഫറെൻറ്റ് ആറ്റംസ് എത്ര പെർസെൻറ്റേജിലാണ് അടങ്ങിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എമൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇംപിരിക്കൽ ഫോർമുലയിൽ നിന്ന് നമുക്ക് മോളിക്കുലാർ ഫോർമുലയും കണ്ടെത്താനായിട്ട് കഴിയും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മോളിക്കുലാർ ഫോർമുലയും ഇംപിരിക്കൽ ഫോർമുലയും കാണുന്നതെന്ന് നോക്കാം. അതിനായി ഇവിടെ തന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. എ കോമ്പൗണ്ട് കണ്ടെയ്ൻസ് 4.07% ഹൈഡ്രജൻ, 24.27% carbon and 71.65% chlorine. Its molar mass is 98.96 gram. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, ഫൈൻഡ് ഇറ്റ് ഇംപിരിക്കൽ ഫോർമുല ആൻഡ് മോളിക്കുലാർ ഫോർമുല. നമുക്ക് തന്നിട്ടുള്ള കോമ്പൗണ്ടിൻ്റെ ഏതാണ് കോമ്പൗണ്ട് എന്ന് നമുക്കറിയില്ല. കോമ്പൗണ്ട് ഏതാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് അതിൻ്റെ മോളിക്കുലാർ ഫോർമുല കണ്ടാൽ മാത്രമേ ഏത് കോമ്പൗണ്ട് ആണെന്ന് നമുക്ക് പറയാൻ കഴിയൂ. അപ്പോൾ ഇത് ചെയ്യാനായി നമുക്ക് ഒരു ടേബിൾ വരച്ച് എളുപ്പത്തിൽ ചെയ്യാം. നിങ്ങൾ നോക്കണം, ഇതിനൊരു 5-6 സ്റ്റെപ്പ് വഴി മാത്രമേ നമുക്ക് ഫൈനൽ ആൻസറിൽ എത്താൻ കഴിയൂ. അതിൽ ഓരോ സ്റ്റെപ്പും നിങ്ങൾ മനസ്സിലാക്കി എൻ്റെ ഒപ്പം തന്നെ എഴുതി പോവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. അത് കാണാതെ പഠിച്ച് വെക്കാൻ കഴിയില്ല. നിങ്ങൾ അതിലെ ഓരോ സ്റ്റെപ്പും എന്താണ് ഓരോ സ്റ്റെപ്പിലും നമ്മൾ ചെയ്യേണ്ടതെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് മാസ് പെർസെൻറ്റേജ് ആണ്. ഹൈഡ്രജൻ 4.07%, കാർബൺ 24.27%, ക്ലോറിൻ 71.65%. ഇവിടെ പറഞ്ഞിട്ടുണ്ട് മോളാർ മാസ് 98.96 ഗ്രാം ആണെന്ന്. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യാനുള്ളത് മാസ് പെർസെൻറ്റേജിനെ നമുക്ക് ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതിനായി നമ്മൾ പ്രോബ്ലംസ് ഒന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് നമ്മൾ വിചാരിക്കുക, ഇവിടെ തന്നിരിക്കുന്നത് 100 ഗ്രാം സാമ്പിളാണ്, നമ്മൾ എടുത്തിരിക്കുന്നത് 100 ഗ്രാം സാമ്പിളാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഓരോ ആറ്റവും എത്ര ഗ്രാം വീതം ഉണ്ടാകും, ടോട്ടൽ 100 ഗ്രാം ആണ്. അപ്പോൾ ആ പെർസെൻറ്റേജിനെ ഗ്രാമിലേക്ക് മാറ്റുമ്പോൾ ഹൈഡ്രജൻ 4.07 ഗ്രാം ഹൈഡ്രജൻ, കാർബൺ 24.27 ഗ്രാം ആൻഡ് ക്ലോറിൻ 71.65 ഗ്രാം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്പർ ഓഫ് മോൾസ് ആണ്. എത്ര മോൾസ് ഉണ്ട്, സാമ്പിളിൽ എത്ര മോൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് തന്നിട്ടുള്ള ഗിവൺ മാസിനെ, നമ്മൾ എടുത്തിരിക്കുന്ന മാസിനെ അതിൻ്റെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് നമുക്ക് കിട്ടുന്നത്? അതിൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമ്പർ ഓഫ് മോൾസ് കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 4.07 ഗ്രാം ഉണ്ട്. ഡിവൈഡഡ് ബൈ ഹൈഡ്രജൻ്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 1.0082 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 4.04 കിട്ടും. നമുക്കവിടെ 4.04 കിട്ടും. കാർബൺ 24.27, ഗിവൺ മാസ് എന്ന് പറയുന്നത് 24.27 ആണ്. 24.27നെ നമ്മൾ കാർബണിൻ്റെ അറ്റോമിക് മാസ് നമുക്കറിയാം 12.01 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് അവിടെ കിട്ടുന്നത് 2.021 ആണ്. ക്ലോറിൻ 71.65% ഉണ്ട്. 71.65% ഡിവൈഡഡ് ബൈ നമുക്ക്
ക്ലോറിൻ്റെ അറ്റോമിക് മാസ് അറിയാം 35.453 ആണ്. 35.453. ഇത് നിങ്ങൾ ഓരോരുത്തരും ചെയ്ത് നോക്കുക. 71.65നെ 35.453 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2.021 കിട്ടും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചു. ഹൈഡ്രജൻ നമ്പർ ഓഫ് മോൾസ് 4.04 ആണ്. കാർബൺ 2.021, ക്ലോറിൻ 2.021 എന്ന് നമുക്ക് കിട്ടി. നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് അതിനെ ഒരു സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിലേക്ക് ആക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഇതിലെ ഏറ്റവും സ്മോൾ നമ്പർ ഏതാണ്, നമുക്ക് കിട്ടിയതിൽ ഏറ്റവും സ്മോളസ്റ്റ് നമ്പർ ഏതാണ്, 2.021 ആണ്. നമുക്ക് കിട്ടിയ ഓരോന്നിനെയും നമ്മൾ 2.021 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നിയറസ്റ്റ് ഹോൾ നമ്പറിലേക്ക് നമ്മളതിനെ മാറ്റിയാൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം 4.04നെ 2.021 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 2 എന്ന് കിട്ടി. സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിൽ എഴുതാൻ 2 എന്ന് കിട്ടി. ഹൈഡ്രജൻ റേഷ്യോ 2 ആണെന്ന് കിട്ടി. ഇനി കാർബണിനെ കിട്ടാൻ നമുക്ക് 2.021നെ 2.021 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. ക്ലോറിൻ്റെത് കാണാൻ 2.021നെ 2.021 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്തപ്പോൾ ക്ലോറിനും 1 കിട്ടി. അപ്പോൾ എങ്ങനെയാണ് അതിലെ റേഷ്യോ നമുക്ക് 2:1:1 എന്ന് കിട്ടി. ഹൈഡ്രജൻ 2 ആണ്, കാർബൺ 1 ആണ്, ക്ലോറിൻ 1. അങ്ങനെ റേഷ്യോ കിട്ടി. ഇനി ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ നാലാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് റൈറ്റിംഗ് ഇംപിരിക്കൽ ഫോർമുല. നമുക്കതിൻ്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിൽ എക്സ്പ്രസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. നമുക്കതിൻ്റെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കിട്ടി. ഇനി നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? കാർബൺ 1 ആണല്ലേ, C1. ഹൈഡ്രജൻ ആണ് 2, C1H2Cl എന്ന് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. CH2Cl എന്ന് നമുക്ക് ഇംപിരിക്കൽ ഫോർമുല കിട്ടി. നമുക്ക് തന്ന കോമ്പൗണ്ടിൻ്റെ ഇംപിരിക്കൽ ഫോർമുല CH2Cl എന്ന് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാനുള്ളത് മോളിക്കുലാർ ഫോർമുല കാണാനായി നമുക്ക് ചെയ്യാനുള്ളത് ഇംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇംപിരിക്കൽ ഫോർമുല മാസ് കണ്ടുപിടിക്കുന്നത്? ആ തന്നിരിക്കുന്ന ആറ്റംസ് റേഷ്യോയിലാണ് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ അറ്റോമിക് മാസ് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇംപിരിക്കൽ ഫോർമുല മാസ് കിട്ടും. അതിനുവേണ്ടി നമുക്ക് കാർബണിൻ്റെത് 12.01 ആണ് അല്ലേ, 12.01 പ്ലസ് ഹൈഡ്രജൻ 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് നമുക്ക് 2 ഇൻറ്റു ഒരു ഹൈഡ്രജൻ്റെത് 1.008 ആണ്. 2 ഇൻറ്റു 1.008 പ്ലസ് ക്ലോറിൻ്റെത് 35.453 ആണ്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് 49.48 എന്നാണ്. നമുക്ക് കിട്ടിയത് 49.48 എന്നാണ്. അപ്പോൾ നമുക്ക് എംപിരിക്കൽ ഫോർമുല മാസ് കിട്ടി. ഇതിൽ നിന്ന് നമുക്ക് മോളിക്കുലാർ ഫോർമുല എങ്ങനെ കണ്ടെത്താം? എംപിരിക്കൽ ഫോർമുല മാസ് 49.48 ആണ്. നമുക്കറിയാം എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ ആണ്. അപ്പോൾ അതേ ഇൻറ്റു എൻ ഏതോ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലാർ മാസ് കിട്ടും. അപ്പോൾ നമുക്ക് അറിയേണ്ടത് നമുക്ക് തന്നിട്ടുള്ള മോളാർ മാസിനെ നമുക്ക് കിട്ടിയ മാസ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്താൽ ഒരു നമ്പർ കിട്ടും. എൻ എന്ന് നമുക്കതിനെ ഡിനോട്ട് ചെയ്യാം. അപ്പോൾ എൻ കിട്ടാനായി നമുക്ക് എന്ത് ചെയ്യണം? 98.96 ആണ് നമ്മുടെ മോളാർ മാസ്. 98.96 ഗ്രാമിനെ നമ്മൾ 49.48 ഇംപിരിക്കൽ ഫോർമുല മാസ് 98.96 ഗ്രാം ഡിവൈഡഡ് ബൈ 49.48 ഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് 2 കിട്ടി. ഇനി നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടാനായി നമുക്ക് കിട്ടിയ ഈ നമ്പറിനെ എന്ത് ചെയ്താൽ മതി? നമ്മുടെ എംപിരിക്കൽ ഫോർമുലയെ ആ നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ
എംപിരിക്കൽ ഫോർമുല എന്ന് പറയുമ്പോൾ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോയിലാണ്. അപ്പോൾ നമുക്ക് കിട്ടിയ n ഇരട്ടിയാണ് മോളിക്കുലാർ ഫോർമുല വരുന്നത്. അപ്പോൾ നമുക്ക് അതിനെ എന്ത് ചെയ്താൽ മതി? 2 കൊണ്ട്, ഇവിടെ നമുക്ക് കിട്ടിയ n 2 ആണ്. എംപിരിക്കൽ ഫോർമുലയെ 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല കിട്ടും. അപ്പോൾ നമ്മുടെ എംപിരിക്കൽ ഫോർമുല CH2Cl ആണ് അല്ലേ. CH2Clനെ നമുക്ക് 2 കൊണ്ട് ഇൻറ്റു ചെയ്ത് നോക്കാം. അപ്പോൾ എങ്ങനെ വന്നു? C2H4Cl. അപ്പോൾ നമ്മുടെ എംപിരിക്കൽ ഫോർമുലയിൽ നിന്നും മോളിക്കുലാർ ഫോർമുല എങ്ങനെ വന്നു? 2 കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് C2H4Cl2 എന്ന് കിട്ടി. C2H4Cl2 എന്ന് നമുക്ക് കിട്ടി. അതാണ് നമ്മുടെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ വളരെ സിമ്പിളാണ്, പക്ഷേ നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ എഴുതി ഇപ്പോൾ തന്നെ ഈ ഒരു പ്രോബ്ലം വെച്ച് ഒരു പ്രോബ്ലമെങ്കിലും നമ്മൾ കൃത്യമായി എഴുതി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു കോമ്പൗണ്ടിൻ്റെ ഇതുപോലെ മാസ് പെർസെൻറ്റേജ് തന്നാലും ഓരോ സ്റ്റെപ്പായി, ഒരു സ്റ്റെപ്പും വിട്ടുപോകാതെ ഓരോ സ്റ്റെപ്പായി നമുക്ക് എഴുതി നമുക്ക് എംപിരിക്കൽ ഫോർമുലയിലും അതുവഴി മോളിക്കുലാർ ഫോർമുലയിലും എത്തിച്ചേരാൻ കഴിയും. ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം മാസ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ടായിരുന്നു. മാസ് പെർസെൻറ്റേജിനെ നമ്മൾ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാനായി നമുക്ക് തന്നിരിക്കുന്നത് 100 ഗ്രാം സാമ്പിളാണെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനെ ഗ്രാമിലേക്ക് മാസ് പെർസെൻറ്റേജിനെ കൺവേർട്ട് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കാണാനായി നമുക്ക് കിട്ടിയ ആ ഗിവൺ മാസിനെ നമ്മൾ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസ് കിട്ടി. ഇനി നമ്പർ ഓഫ് മോൾസിൽ ഏറ്റവും ചെറിയ നമ്പർ, സ്മോളസ്റ്റ് നമ്പർ ഏതാണെന്ന് നോക്കി. അത് 2.021 ആണ്. ആ നമ്പറിനെ നമുക്ക് കിട്ടിയ ഓരോ നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കിട്ടി. ആ ഒരു കോമ്പൗണ്ടിലെ ഓരോ ആറ്റത്തിൻ്റെയും സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ കിട്ടി. അത് വെച്ചിട്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുല എഴുതി. എങ്ങനെ വന്നു? CH2Cl എന്ന് നമുക്ക് എംപിരിക്കൽ ഫോർമുല കിട്ടി. എംപിരിക്കൽ ഫോർമുല കിട്ടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എംപിരിക്കൽ ഫോർമുല മാസ് കണ്ടു. അതിനായി കാർബൺ അറ്റോമിക് മാസ് 12.01 പ്ലസ് ഹൈഡ്രജൻ 2 എണ്ണം ഉള്ളതുകൊണ്ട് 2 × 1.008 പ്ലസ് ക്ലോറിൻ്റെ അറ്റോമിക് മാസ് 35.453 എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ നമുക്ക് 49.48 കിട്ടി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത്, നമുക്കറിയാം എംപിരിക്കൽ ഫോർമുലയെ ഒരു നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോളിക്കുലാർ ഫോർമുല കിട്ടും. അതുകൊണ്ട് നമ്മൾ എംപിരിക്കൽ ഫോർമുല മാസ്, നമ്മുടെ മോളാർ മാസിനെ എംപിരിക്കൽ ഫോർമുല മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 2 എന്നൊരു നമ്പർ കിട്ടി. ആ കിട്ടിയ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ എംപിരിക്കൽ ഫോർമുലയെ നമുക്ക് കിട്ടിയ 2 എന്ന നമ്പർ കൊണ്ട് ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി നമുക്ക് കിട്ടിയ കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് C2H4Cl2 ആണെന്ന് മനസ്സിലായി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് നമ്മളിത് ചെയ്തത്. മസ്റ്റായും എക്സാമിന് വേണ്ടി ഈ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നതാണ്. നിർബന്ധമായി എല്ലാവരും ഇത് പഠിക്കുക. നമുക്കിത് കണ്ടിട്ട് എന്തോ ടഫാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. ഓരോ സ്റ്റെപ്പും നിങ്ങൾ എഴുതി പഠിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായി നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയും. ഇതിൻ്റെ സ്കോർ നിങ്ങൾക്ക് പൂർണ്ണമായി തന്നെ കിട്ടുകയും ചെയ്യും. ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യനാണ്. ആ അർത്ഥത്തിൽ തന്നെ നിങ്ങളിത് ഓരോരുത്തരും മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂടുതൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ മിസ് ചെയ്യാതിരിക്കാനായി നിങ്ങൾ ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക.